ഹായ്, ഞാൻ ആതിരയാണ്. നമ്മുടെ ജി കേരളത്തിലെ മാനത്തെ കൊട്ടാരം സീരിയലിലെ നിങ്ങളുടെ സ്വന്തം സുചിത്ര. നമ്മൾ 1 year ആയി നമ്മുടെ മാനത്തെ കൊട്ടാരം വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസസ് കിട്ടുന്നുണ്ട്, കമന്റ്സ് കിട്ടുന്നുണ്ട്. ഇതിൽ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. മാനത്തെ കൊട്ടാരം എന്നെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് ക്രൂ വാസ് ടോട്ടലി ന്യൂ ടു മീ. എനിക്ക് ആരെയും അറിയില്ല. മുൻപ് പരിചയമുള്ള കുറച്ച് ടെക്നിക്കൽ ടീമിലെ ആൾക്കാരല്ലാണ്ട് വേറെ എല്ലാവരും എനിക്ക് പുതിയ ആൾക്കാരായിരുന്നു. ഓൾസോ ഞാനൊരു കുഞ്ഞ് ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ടോട്ടലി അറിയാത്ത ഒരാൾക്കാരുടെ ഇടയിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ തുടക്കത്തിൽ എനിക്കിത് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളൊരു ഒരു കൺഫ്യൂഷനും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വൺസ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് വർക്ക് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ഒന്നും ആകുന്നില്ല. നമ്മുടെ ഡയറക്ടർ ആണെങ്കിലും എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസും ഫ്രീഡം ഒക്കെ ഉണ്ട്. അപ്പം വളരെ ഈസി ആയിട്ടാണ് നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് വളരെ നന്നായിട്ട് അവരുടേതായ ഒരു സ്പേസ് തരുന്നൊരു ലൊക്കേഷനാണ്. നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ 2019, അതായത് അഭിനയം തുടങ്ങുന്നത് 2019 മുതലാണ്. അതുവരെ ആങ്കറിങ് ആയിരുന്നു എൻ്റെ മെയിൻ തൊഴിൽ. അപ്പോൾ ഒരുപാട് ചാനൽസിൽ ആങ്കറിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏഷ്യാനെറ്റിലാണ് എൻ്റെ ഫസ്റ്റ് സീരിയൽ വരുന്നത്. അതിലൂടെ പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എനിക്കൊരു ഫേസ് റെക്കഗ്നേഷനും ആൾക്കാരുടെ ഇടയിൽ ഒരു നോട്ടിസബിൾ ക്യാരക്ടറായി മാറിയത് കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയൽ കാരണമാണ്. അതിൽ നിന്ന് പിന്നെ ഒരു ബ്രേക്ക് എടുത്തു പ്രഗ്നന്റ് ആയപ്പോൾ. ബ്രേക്കിന് ശേഷം പിന്നെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് സൂര്യയിൽ ഒരു വർക്കായിരുന്നു, ചെറിയൊരു വർക്കായിരുന്നു. അതിനുശേഷം പിന്നെ ഏഷ്യാനെറ്റിൽ വീണ്ടും മൗനരാഗത്തിൽ ജോയിൻ ചെയ്തു. അതിനുശേഷമാണ് നമ്മുടെ മാനത്തെ കൊട്ടാരത്തിലേക്ക് എത്തുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ഡോക്ടർ അനന്യയാണ്. കാര്യം ഇന്നും ആൾക്കാർ എന്നെ ഏറ്റവും കൂടുതൽ പുറത്ത് വെച്ച് കണ്ടാലും ആദ്യം അനന്യ അല്ലേ, ഡോക്ടർ അല്ലേ, അനു അല്ലേ എന്ന് പറഞ്ഞ് ഇപ്പോഴും വന്ന് സംസാരിക്കുന്നുണ്ട്. മേ ബി ആ വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പം 3 years ആവുന്നെങ്കിലും ആ 3 വർഷത്തിലും ആൾക്കാർ അത് ഓർത്ത് വെക്കുന്നു എന്ന് പറയുന്നത് ഒരു അഭിനേത്രി എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. ആൻഡ് ആ ഒരു ക്യാരക്ടറും അനു എന്ന് പറയുന്ന ക്യാരക്ടറും എൻ്റെ ഒരു ഉള്ളിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ വന്നിട്ട് പിന്നീട് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്ത ഒരാളായി മാറുക, അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന മാനത്തെ കൊട്ടാരത്തിലെ ക്യാരക്ടർ ആണെങ്കിലും തുടക്കത്തിലെ അങ്ങനെ തന്നെയാണ്. പക്ഷെ മാനത്തെ കൊട്ടാരം ഈ ഒരു സുചിത്ര എന്ന് പറയുന്ന ക്യാരക്ടറിന് എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. അതായത് ഒരു നിസ്സഹായ അവസ്ഥയുണ്ട്, വിദ്യാഭ്യാസം ഇല്ല, വീടിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഭർത്താവ് പറയുന്നത് കേട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അമ്മയെ സഹായിക്കണമെന്നുണ്ട്, അമ്മയോട് ഇഷ്ടമുണ്ട്, എന്നാൽ കുറച്ച് കുശുമ്പും കുറച്ച് ഈ ഒരു എക്സ്പോഷർ ഇല്ലാത്തതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ഉള്ള ഒരു സാധാരണ വീട്ടമ്മയുടെ വേഷമാണ് ചെയ്യുന്നത്. അതും ഞാൻ എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഇപ്പൊ ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ക്യാരക്ടർ ആയിരുന്നു മൗനരാഗത്തിലെ ക്യാരക്ടർ. കാര്യം മൗനരാഗത്തിൽ എനിക്ക് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ആൻഡ് അതും അത്യാവശ്യം നല്ല രീതിയിലൊരു റീച്ച് ആയ ക്യാരക്ടറാണ്. അപ്പൊ എനിക്കത് ചെയ്ത സമയത്തൊക്കെ എന്താ പറയാ, ഫൈറ്റ് ഒന്നും ഞാൻ ഇതിനു മുന്നേ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെ പഠിച്ച് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ചെയ്തിട്ടില്ലാത്ത ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുക. അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത ക്യാരക്ടറാണ്. പിന്നെ ഇനി എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ക്യാരക്ടർ നെഗറ്റീവ് ഷെയ്ഡിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. കാര്യം ഇപ്പോൾ എല്ലാവരും എന്നെ കണ്ടുവരുന്നത് ഭയങ്കര ഒരു പാവം കുട്ടി അങ്ങനത്തെ ഒരു ഇമേജാണ്. സോ കുറച്ച് ബോൾഡ് ആൻഡ് നെഗറ്റീവ് ഷെയ്ഡിലുള്ള ക്യാരക്ടേഴ്സ് കിട്ടിയാൽ അത് ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹമുണ്ട്. ഫൈറ്റ് സീക്വൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡയറക്ടർ ഹാരിസൺ സാറാണ്. അപ്പം സാറും എന്താ പറയാ, സാറ് നമുക്ക് നമ്മളുടേതായ ഒരു സ്പേസ് എപ്പോഴും തരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ശരിക്കും കല്യാൺ, എൻ്റെ പേരായിട്ട് ചെയ്യണ കല്യാൺ ട്രെയിൻഡ് ആണ്. അവൻ കളരി അങ്ങനത്തെ കുറച്ച് മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പം കല്യാണാണ് ആക്ച്വലി നമുക്ക് കൂടുതലും
ഇതിനകത്ത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്താ. അപ്പൊ കല്യാൺ ചെയ്യുന്ന കണ്ടിട്ട് പിന്നെ സാറ് ഓക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യൂ, നിങ്ങൾ തമ്മിൽ പ്ലാൻ ചെയ്യൂ എന്നുള്ളൊരു അഡ്വൈസ് ആയിരുന്നു തന്നത്. അപ്പൊ നമുക്ക് ആക്ച്വലി ചാനലിൽ നിന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജയ 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 ഹേ മൂവിന്റെ ഒരു റെഫറൻസ്, അതേപോലത്തെ ഒരു റെഫറൻസ് തന്നിട്ടായിരുന്നു, അങ്ങനത്തെ രീതിയിൽ വരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു തന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അതും ഇതും ഒക്കെ കൂടി നോക്കിയിട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ കുറെ ഫണ്ണി മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. കാര്യം എനിക്ക് ഫൈറ്റ് ഒന്നും അറിയില്ല. അപ്പോൾ പഠിച്ച് സത്യം പറഞ്ഞാൽ ഫൈറ്റ് സീക്വൻസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കൂടെ ചെയ്യുന്ന ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ അത് ഭയങ്കര ഗംഭീരമായിട്ട് പുറത്ത് വരും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടൊന്നുമില്ലല്ലോ, പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് പരിപാടിയിൽ പഠിച്ചെടുക്കുന്നതാണ്. ഒരു കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഒരു ദിവസത്തിൽ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനൊരു പെർഫെക്ഷൻ വരണം എന്നില്ല. സോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത്രയും നന്നായിട്ട് അറിയാമെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിട്ട് പോകും. രസമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചവിട്ടൊക്കെ ഞാൻ ഇടി കൊടുത്തിട്ട് ശരിക്കും ഇടി ആൾക്കാർക്കൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. സ്കൂളിംഗ് ഒക്കെ ഞാൻ ട്രിവാൻഡ്രംകാരിയാണ്. സ്കൂളൊക്കെ പഠിച്ചത് ഹോളി ഏഞ്ചൽസിലാണ്. ഹോളി ഏഞ്ചൽസിൽ പഠിച്ചു. സ്കൂൾ ടൈം ഒക്കെ എന്താ പറയാ, ഞാൻ ഭയങ്കര സൈലന്റ് പാവം കുട്ടിയായിരുന്നു. മേ ബി എൻ്റെ സ്കൂൾ ഫ്രണ്ട്സും കോളേജ് ഫ്രണ്ട്സ് ആണെങ്കിലും അവർക്കൊക്കെ ഇപ്പോൾ ഞാൻ ആക്ട് ചെയ്യുന്നു എന്ന് കാണുമ്പം ഞെട്ടൽ തന്നെയായിരിക്കും. കാര്യം ഞാൻ അങ്ങനെ സ്കൂൾ ടൈമിൽ എപ്പോഴും സ്റ്റേജിൽ കയറുന്ന ഒരാളായിരുന്നില്ല. എനിക്കതിനുള്ള അവസരവും അധികം കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. കാര്യം എൻ്റെ സ്കൂൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഒരു എന്താ പറയുക, ഒരു അപ്പർ ക്ലാസ് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളായിരുന്നു കേട്ടോ. ഞാൻ വളരെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളായിരുന്നു. അപ്പൊ അമ്മ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടൊക്കെ ഉള്ളത്. എന്തിനാണ് അത്രയും വലിയ സ്കൂളിൽ കൊണ്ട് ചേർത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പൊ അവിടെ എന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ വലുതായി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്. ആ സ്കൂളിൽ എന്നും എന്താ പറയാ ഭയങ്കര പാർഷ്യാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ചെറുതിലെ ഡാൻസ് ചെയ്യണം എന്ന്. പക്ഷെ നമ്മുടെ പ്രിൻസിപ്പിള് ഈ ഡാൻസിന് വേണ്ടി ഞങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ജാപ്പനീസ് ഡാൻസ് എന്തോ ആയിരുന്നു, ഇഫ് ഐ റിമെമ്പർ. അപ്പൊ അതിലിങ്ങനെ ഞങ്ങളെ ലൈനായിട്ട് കൊണ്ട് അവിടെ ഇങ്ങനെ ഇരുത്തിയിട്ട് നമ്മുടെ മുഖം നോക്കും. മുഖം നോക്കിയിട്ട് നല്ല വെളുത്തിരിക്കുന്ന കുട്ടികളെ എല്ലാം ഇങ്ങനെ മാറ്റി സെലക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അല്ലാത്തവരെ എല്ലാവരെയും റിജക്ട് ചെയ്തു. ഡാൻസ് കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലായിരുന്നു മാനദണ്ഡം, വെളുപ്പായിരുന്നു മാനദണ്ഡം. അപ്പൊ അന്നത്തെ ആ ഒരു എൻ്റെ ഒരു ഇതിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം സെലക്ട് ആവുന്നു, ഞാൻ സെലക്ട് ആവുന്നില്ല. ഞാൻ എന്നിട്ട് വീണ്ടും എനിക്ക് ഓർമ്മയുണ്ട്, തിരിഞ്ഞ് ആ ലൈനിൽ നിന്ന് മാറിയിട്ട് അടുത്ത് കയറുന്ന ലൈനിൽ വീണ്ടും ചെന്ന് നിന്നു, ഒന്നുകൂടി എന്നെ കാണുമ്പോൾ സെലക്ട് ചെയ്യണം എന്ന് പറയാനായിട്ട്. കാരണം എല്ലാ ഫ്രണ്ട്സും സെലക്ഷൻ കിട്ടി നിൽക്കുകയാണല്ലോ. എനിക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷെ അപ്പോഴും സെലക്ട് ചെയ്തില്ല. പിന്നെ ഞാൻ ടീച്ചറിന്റെ അടുത്ത് പോയി നിന്നിട്ട് എന്തൊക്കെയോ പോയി പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ എന്നെ സെലക്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടീച്ചർ പറഞ്ഞു പ്രിൻസിപ്പലിന്റെ അടുത്ത് ഒന്നുകൂടെ ചോദിച്ചു നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല. അന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. പിന്നെ വളർന്നു വരുന്നതോറും നമ്മൾ റിയലൈസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഞാൻ എൻ്റെ സ്കൂളിനെ കുറിച്ച് മോശം പറയുന്നതല്ല, പക്ഷെ സ്റ്റിൽ എപ്പോഴും ഒരു അപ്പർ ക്ലാസ് ഭയങ്കര ഒരു പ്രിവിലേജ് ഉള്ള ആൾക്കാർക്ക്, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മക്കൾക്ക് എന്നും അവിടെ പ്രിവിലേജ് ഉണ്ടായിരുന്നു. ഈവൻ ടീച്ചേഴ്സ് വരെ അങ്ങനെ തന്നെയായിരുന്നു. കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട് അല്ലാത്തവര്, അല്ലാന്ന് പറയുന്നില്ല, ബട്ട് മോസ്റ്റ്ലി അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു വലിയൊരു എക്സ്പോഷർ കിട്ടിയിട്ടുമില്ല, ആരും നമ്മളെ അതിലേക്ക് കൊണ്ടുവന്നിട്ടുമില്ല. ഭയങ്കര സ്റ്റേജ് ഫിയറും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളുമാണ്. അപ്പോൾ സ്കൂൾ ടൈം അങ്ങനെ തന്നെ പോയി. പിന്നെ കോളേജ് ഭയങ്കര അടിപൊളിയായിരുന്നു, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചില്ല് ചെയ്ത് അങ്ങനെയൊക്കെ നടക്കണു. കോളേജൊക്കെ എത്തിയപ്പോൾ ഞാൻ ഒന്നുകൂടി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫ്രീ ആയി. പക്ഷെ അന്നും ഇങ്ങനെ അഭിനയമോഹം ഒരിക്കലും കൂടെ കൊണ്ട് നടന്ന ഒരാളൊന്നും അല്ല ഞാൻ. എനിക്ക് എന്താവണമെന്ന് ചോദിച്ചാൽ എന്നും ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഡോക്ടർ ആവണമെന്നായിരുന്നു. പക്ഷെ 12th കഴിഞ്ഞ് വളരെ നല്ല റാങ്ക് ആയതുകൊണ്ട് തന്നെ എന്നെ റിപ്പീറ്റ് ചെയ്യാനൊന്നും വീട്ടിൽ സമ്മതിച്ചില്ല. റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, സമ്മതിച്ചില്ല. അങ്ങനെ വീട്ടുകാരുടെ ഒരു നിർബന്ധം മൂലമാണ് ഞാൻ ബിടെക് സെലക്ട് ചെയ്തത്. അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചു. എനിക്കൊരു 2-3 സപ്ലി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് കറക്റ്റ് ആ 4 വർഷത്തിൽ തന്നെ എഴുതിയെടുത്തു. പ്ലേസ്ഡ് ആയി. ഒരു ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇരിക്കുന്നതിനിടയിലും ഞാൻ ഈ ഒരു ആങ്കറിങ് എന്ന് പറയുന്ന സാധനം എനിക്ക് വന്നു. അത് ഞാനിങ്ങനെ MC പരിപാടികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു. അങ്ങനെ ഒരു സ്റ്റേജ് എത്തിയപ്പോഴേക്കും എനിക്ക് ജോലി വിടണം എന്ന് തോന്നി.
എനിക്ക് മോർ ഇൻറ്റു ഇത് കോൺസെൻട്രേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ജോലി വിട്ടു. തുടക്കത്തിലൊക്കെ എനിക്ക് എല്ലാവരെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാര്യം എനിക്ക് 4 ചേച്ചിമാരാണ്, 3 ചേച്ചിമാരാണ്, ഞങ്ങൾ മൊത്തം 4 പെൺകുട്ടികളാണ്. അപ്പൊ എന്റെ മൂത്ത ചേച്ചി ബാങ്കിലാണ്, രണ്ടാമത്തെ ആള് സെക്രട്ടേറിയറ്റിലാണ്, മൂന്നാമത്തെ ആള് എഞ്ചിനീയർ ആയിട്ട് കാനഡയിലാണ്. അപ്പം ഞാൻ മാത്രം ജോലിയൊക്കെ വിട്ടിട്ട് ഈ ഒരു അഭിനയം അല്ലെങ്കിൽ ഈ ആങ്കറിങ്, ഈ ഒരു മീഡിയ ഫീൽഡ് എന്ന് പറയുന്നത് എന്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഒരിക്കലും ഒരു തൊഴിലായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അച്ഛനും അമ്മയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. അപ്പൊ അവർക്കത് ഒരിക്കലും ഒരു ജോലിയായിട്ട്, ഇന്നും ചില ആൾക്കാർ എന്നെ കാണുമ്പോൾ, റിലേറ്റീവ്സ് കാണുമ്പോഴും എല്ലാവരും ചോദിക്കും, കുഞ്ഞൊക്കെ ആയി, അപ്പൊ ഇനി ഒരു മോൾ ഇത്രയും പഠിച്ചതല്ലേ, ഇനി ഒരു ജോലി ട്രൈ ചെയ്തൂടെ എന്ന് ചോദിക്കാറുണ്ട്. ജോലി അപ്പം എന്റെ മനസ്സിൽ ഞാൻ ആർക്കും ഉത്തരം കൊടുക്കാറില്ല. പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ ചെയ്യുന്നത് ഇതെന്റെ ജോലിയാണ്, ഞാനത് എൻജോയ് ചെയ്ത്. പല ആൾക്കാർക്കും ജോലിയും പാഷനും ഒരു കാര്യത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ഞാനത് കണ്ടുപിടിച്ചു, ഞാനതിൽ ഹാപ്പിയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒത്തിരി ഉത്തരം കൊടുക്കേണ്ട കാര്യമില്ല. അതെ, ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞ. ശരിക്കും പറഞ്ഞാൽ എന്റെ സ്കൂളിൽ പഠിച്ച ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ഇപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയിലാണ്. ഐശ്വര്യ ലക്ഷ്മി, അഹാന കൃഷ്ണ സിസ്റ്റേഴ്സ്, അവരുടെ അഹാനയുടെ സിസ്റ്റേഴ്സ്, പിന്നെ നോക്കിയാൽ ഒരുപാട് ആൾക്കാര് ആ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ എല്ലാ ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പൊ ഈ ഒരു മേഖലയിൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആരെയും കണ്ടിട്ടില്ല. അതിനുശേഷം സ്കൂളിൽ പോകാറുണ്ട്, ഇടയ്ക്ക് സ്കൂളിൽ പോയിട്ട് സ്കൂൾ കാണണം തോന്നുമ്പോൾ അതുവഴി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കാണും. പക്ഷെ പേഴ്സണലി പോയി ആരടുത്തും അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. 2-3 ടീച്ചേഴ്സ്, പക്ഷെ അത് ഇഷ്ടമുള്ള ടീച്ചേഴ്സ് തന്നെയാണ്. അവരെ കാണുമ്പോൾ അവർ സന്തോഷത്തോടെ വന്ന് സീരിയൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, വിവാഹം പ്രണയ വിവാഹമായിരുന്നു. ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ആ ഒരു ടൈമിലാണ് ഞാൻ പുള്ളിനെ മീറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ആ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യായിരുന്നു. സോ അവിടെ വെച്ച് നമ്മൾ കണ്ടു, സംസാരിച്ചു. എങ്ങനെയൊക്കെയോ അത് ഒരു എന്താ പറയാ, ഒരു അറേഞ്ച്ഡ് ലവ് മാരേജിലേക്ക് എത്തി. ലവ് മാരേജ് എന്ന് വെച്ചാൽ പുള്ളി നമ്മൾ ആദ്യം സംസാരിച്ച് തുടങ്ങുമ്പോഴേ ഞാൻ പുള്ളിനോട് ഫസ്റ്റ് പറഞ്ഞത് എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കണം, വീട്ടുകാരെ സമ്മതിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവാം എന്ന രീതിയാണ്. പുള്ളി വന്ന് ചോദിച്ചു. പിന്നെ 2 വീട്ടുകാരും അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഒരു 3 കൊല്ലം. അത് കഴിഞ്ഞ് കല്യാണം. ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു സംസാരം അല്ലായിരുന്നു. ആക്ച്വലി നമ്മള് ചാറ്റ് ചെയ്യുമായിരുന്നു. ഓഫീസിൽ വെച്ച് നമ്മൾ അങ്ങനെ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല. ചാറ്റ് ചെയ്ത് എപ്പോഴോ ഒരു പോയിന്റിൽ നമ്മൾ കുറെ ഓപ്പൺ അപ്പ് ആയി. ഞാനൊരു വേറൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഒക്കെ കഴിഞ്ഞ് തകർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത്, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ പുള്ളിയോട് പറഞ്ഞത് എന്റെ വീട്ടിൽ വന്ന് ചോദിക്കൂ, എന്നിട്ട് നമുക്കിത് മുന്നോട്ടെടുക്കാം എന്നായിരുന്നു. അങ്ങനെ അതായത്. മാനസികമായിട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഡെഫിനറ്റ്ലി എനിക്കുണ്ട്. അതെന്ന് പറഞ്ഞാല്, ഞാൻ ജോലിക്ക് എനിക്ക് ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി. ഞാൻ പ്ലേസ്ഡ് ആവുന്നതിന് മുൻപ് അതിൻ്റെ തലേ ദിവസം എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ എനിക്ക് ജോലിക്ക് പോകാൻ ഒട്ടും താല്പര്യം ഇല്ലാണ്ട് ഞാൻ ഇരിക്കുന്നൊരു അവസ്ഥയായിരുന്നു. കാര്യം പഠിച്ചിറങ്ങി കഴിഞ്ഞ ഉടനെ ഇത്രയും പെട്ടെന്ന് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞ വേറെ ആരും എൻ്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. എനിക്ക് മാത്രമാണ് ഏറ്റവും ഏർലി ജോയിനിങ് കിട്ടിയത്. അപ്പൊ അതെനിക്ക് ഭയങ്കര അതായത് കോളേജിൽ നിന്ന് പെട്ടെന്ന് ഒരു കോർപ്പറേറ്റ് ലൈഫിലേക്ക് പോയാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര ഒരു പേടിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മാക്സിമം ഈ ജോലിക്ക് പോകണ്ട, അടുത്തത് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു. മാത്രമല്ല എനിക്ക് അങ്ങനെ വലിയ ടെക്നിക്കൽ സൈഡിലുള്ള ഒരു ജോലി അല്ല കിട്ടിയത്. അപ്പൊ അടുത്ത ജോലി നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്. പക്ഷെ വീട്ടില് അമ്മയും ചേച്ചിമാരും ഒക്കെ ഭയങ്കരമായിട്ട് ഈ ജോലിക്ക് പോയേ പറ്റൂ, വേറെ ഒന്നും നോക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഓഫീസിലേക്ക് നാളെ ഇട്ടുകൊണ്ട് പോവാൻ നല്ല ഡ്രസ്സുകളൊക്കെ മേടിച്ചു തരാം, മറ്റേ ഫോർമൽസ് ഒക്കെ ഇട്ടിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കുറെ കൺവിൻസ് ചെയ്ത് രാത്രി എനിക്ക് തോന്നുന്നു ഒരു 7:30 മണി എന്തോ ആയി. നമുക്ക് ഡ്രസ്സ് മേടിക്കാൻ പോവാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് സ്കൂട്ടറിലാണ് പോകുന്നത്. ഞാൻ ഓടിക്കുന്നു, അമ്മ പുറകിലിരിക്കുന്നു.
നമ്മൾ ആ ഷോപ്പിൽ പോയൊക്കെ എത്തിയപ്പോഴേക്കും 8:30 എന്തോ കഴിഞ്ഞു. അപ്പോൾ ക്ലോസിംഗ് ടൈം ആയി. നമ്മൾ ഈ പാൻസും ഫോർമൽസും ഒന്നും കിട്ടിയതുമില്ല. അപ്പോൾ അവിടുന്ന് വാങ്ങിയില്ല. അപ്പൊ തന്നെ ഞങ്ങൾ തിരിച്ചിങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിന്റെ അവിടെ വരുമ്പോൾ അമ്മ ഓപ്പോസിറ്റ് ഒരു മാങ്ങ വെച്ചിരിക്കുന്ന ഒരു വണ്ടി കണ്ടു. അപ്പൊ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് മാങ്ങ വേണം. അപ്പൊ എനിക്ക് നിർത്താൻ പറ്റിയില്ല. ഞാൻ ആ സിഗ്നലിൽ നിന്ന് നേരെ തിരിഞ്ഞ് ബേക്കറി ജംഗ്ഷനിലേക്ക് പോവാണ്. അപ്പൊ അമ്മ പുറകിലിരുന്ന് ഭയങ്കര ബഹളം, ഇല്ല എനിക്ക് ഇത് വേണം, മാങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പോയ ദൂരം അത്രയും തിരിച്ച് വണ്ടി ഓടിച്ച് വന്ന് ഈ മാങ്ങ മേടിച്ച് തിരിച്ച് സ്കൂട്ടർ തിരിച്ച് വീണ്ടും ആ സിഗ്നലിന്റെ അവിടെ വരുമ്പോൾ ഞങ്ങൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു. ഈ പുറകുന്ന ഒരു ബൈക്ക് വന്നിട്ട് നമ്മുടെ എന്താണ് സംഭവിച്ചത് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ സ്കൂട്ടറിൽ നിന്ന് ഈ ടാറിട്ട റോഡിലേക്ക് വീണ് കിടക്കുന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് ഫുള്ള് മുറിവുകളായിരുന്നു. അമ്മയ്ക്ക് എന്തായി എന്നുള്ളത് നമുക്കൊരു സെക്കൻഡ് കഴിഞ്ഞല്ലേ നമുക്ക് ആ ഒരു കോൺഷ്യസ്നെസ് തിരിച്ചു കിട്ടും. ഞാൻ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഈ ബൈക്ക് ഇങ്ങനെ ദൂരത്ത് നിർത്താണ്ട് അവരങ്ങ് പോകുന്നത് മാത്രമാണ് ഞാൻ കാണുന്നത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ റോഡിൽ കിടക്കുകയാണ്. ഓടിച്ചെന്ന് കുറെ ആൾക്കാർ ഇങ്ങനെ വന്നു. അമ്മ എല്ലാരും കൂടി ഇങ്ങനെ തൂക്കിയെടുത്തപ്പോഴേ അമ്മ എടുക്കരുത് നട്ടലിന് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അമ്മ നിലവിളിക്കുന്നുണ്ട്. അപ്പം ഈ വീട്ടിലെ ഏറ്റവും ഇളയ ആളായിട്ട് വളർന്നത് കൊണ്ടും ബാക്കി എൻ്റെ 3 ചേച്ചിമാരും വീട്ടിൽ അങ്ങനെ അധികം നിന്നിട്ടില്ല. എല്ലാവരും ഹോസ്റ്റലിൽ അങ്ങനെ പഠനത്തിനായിട്ടൊക്കെ പല സ്ഥലത്തായിരുന്നു. ഞാൻ മാത്രമാണ് വീട്ടിൽ മൊത്തം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അങ്ങനെ നിന്ന് വളർന്നിട്ടുള്ള ഒരാള്. അപ്പൊ അതുകൊണ്ട് കുറച്ച് പാമ്പേർഡ് ആണ് ഞാൻ. അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു അഫെക്ഷനും എനിക്ക് കൂടുതലാണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും ഞാൻ എൻ്റെ ലൈഫിൽ സത്യം പറഞ്ഞാൽ ഫേസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഞാനും ഇങ്ങനെ ഷോക്ക്ഡ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. പെട്ടെന്ന് എവിടെ നിന്നൊക്കെയോ ആംബുലൻസ് വന്നു, നേരെ മെഡിക്കൽ കോളേജിൽ പോകുന്നു. പിന്നെ അങ്ങോട്ട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും അത് പറയും, ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഉള്ള എൻ്റെ ലൈഫ് വേറെയാണ്, അതിന് മുൻപുള്ള എൻ്റെ ലൈഫ് വേറെയാണ്. കാര്യം അതിന് മുൻപ് വരെയുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ഈസി ഗോയിങ്, കഷ്ടപ്പാടൊന്നും അധികം അറിയിക്കാതെ വളർത്തി, അച്ഛനും അമ്മയും നന്നായിട്ട് നോക്കുന്നു, വീട്ടിൽ നിൽക്കുന്നു, ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നു, കുറെ ഫ്രണ്ട്സ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, അങ്ങനെ പോകുന്നു. പക്ഷെ ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ലൈഫ് ടോട്ടലി മാറി. ചേച്ചിമാരും ഇവിടെ ഇല്ല. അമ്മ 6 മാസത്തേക്ക് അമ്മ ബെഡ് റിഡൻ ആയിരുന്നു. അമ്മയുടെ നട്ടലിന്റെ ഏറ്റവും താഴത്തെ ഒരു ഇത് പൊട്ടി. അപ്പോൾ അങ്ങനെ അമ്മ ബെഡ് റിഡൻ ആയിരുന്നു. ഞാൻ 1 മാസം റെസ്റ്റ് എടുത്തു. പിന്നെ ആ ടൈം ഫുൾ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സ് ആണ്. പക്ഷെ അന്നും ലൈഫിൽ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച ആരും കൂടെ ഉണ്ടായില്ല. അതൊക്കെ കുറെ തിരിച്ചറിവുകളായിരുന്നു. നമ്മൾ ഈ ആസ് ഏജ് ഗോസപ്പ് നമുക്ക് കുറെ റിയലൈസേഷൻസ് വരുമെന്ന് പറയൂല, എക്സ്പീരിയൻസസ്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. അതിനുശേഷമുള്ള എൻ്റെ ലൈഫ് വേറെയാണ്. സോ ഫാമിലി, ഹസ്ബൻഡ് ഇപ്പൊ ട്രിവാൻഡ്രത്ത് തന്നെ വർക്ക് ചെയ്യാണ്. പുള്ളി ബാംഗ്ലൂർ ആയിരുന്നു, ഇപ്പൊ ട്രിവാൻഡ്രം വന്നിട്ടുണ്ട്. പിന്നെ എനിക്കൊരു മോനുണ്ട്, റേ എന്നാണ് അവന്റെ പേര്. ഞങ്ങൾ അപ്പു എന്ന് വിളിക്കും. അപ്പോൾ ഇപ്പോൾ ലൈഫിൽ എൻ്റെ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഒക്കെ ചോദിച്ചാൽ ഞാൻ ഒരു അമ്മയായ മൊമെന്റ് ആണ് ഞാൻ എന്നും ഓർത്തിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഇത്ര പെട്ടെന്ന് ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. പെട്ടെന്ന് കുഞ്ഞായി എങ്ങനെയായിരിക്കും ഞാൻ ആസ് ആൻ അമ്മ എന്നൊന്നും എനിക്കറിയില്ല. കാര്യം ഇത്രയും പാമ്പേർഡ് ആയിട്ടൊക്കെ വളർത്തിയോണ്ട്. പക്ഷെ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു പേർപ്പസ് ഇല്ലേ, അത് ഞാൻ കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ അവനാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ട്. എൻ്റെ അടുത്ത് കുറെ പേര് പറയും, എൻ്റെ മറ്റേ ഒരു അമ്മ ഫീൽ കുറച്ച് കൂടുതലാണ്. അങ്ങനെ കൂടുതലുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ലൈഫ് എൻറ്റയർലി ജീവിക്കുന്നത് അവന് വേണ്ടിയാണ്. സോ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താ, എൻ്റെ മുൻപുള്ള ക്യാരക്ടേഴ്സ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തതുപോലെ, സുചിത്രയെ സ്നേഹിക്കുന്നത് പോലെ ഇനിയുള്ള ക്യാരക്ടേഴ്സും സ്നേഹിക്കുക, കിട്ടാനായി പ്രാർത്ഥിക്കുക. കാര്യം ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് പ്രേക്ഷകരാണ്. പ്രേക്ഷകർ സ്വീകരിക്കുന്ന അനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക, ഒരു എനർജി അല്ലെങ്കിൽ ഒരു നമ്മളെ മുൻപോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാധനം ഡെഫിനറ്റ്ലി നമ്മുടെ ഓഡിയൻസ് ആണ്. അപ്പം മുൻപ് സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി നല്ല പ്രോജക്ട്സ് ആയിട്ട് നിങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ എനിക്കും സാധിക്കട്ടെ. അത്രയൊക്കെ ഉള്ളൂ.